കോഴിക്കോട് പേരാമ്പ്രയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി. പൈതോത്ത് പള്ളിത്താഴിയിൽ തിരുവോണ ദിനത്തിൽ പുലർച്ചെയായിരുന്നു സംഭവം. ഇതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി. കാട്ടാന പൊതുനിരത്തിലൂടെ നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. ഇപ്പോൾ വിശദാംശങ്ങളുമായി റിയാസ് ചേരുന്നു. റിയാസ്, ഇപ്പോൾ കാട്ടാന പൊതുനിരത്തിലൂടെ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് മറ്റു വിവരങ്ങൾ? അനുപ്രിയ, ഈ തിരുവോണ ദിനം കാട്ടാന കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് പേരാമ്പ്രയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഒരു കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. ഇന്ന് പുലർച്ചെ വിവിധ സമയങ്ങളിലായാണ് പേരാമ്പ്രയിൽ കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 2 മണിയോടുകൂടി പന്തിരിക്കര അവിടുത്തെ മദ്രസയ്ക്ക് സമീപത്തെ ഒരു വീട്ടുമുറ്റത്തായിരുന്നു ആന ആദ്യമായി എത്തിയത്. തുടർന്ന് പ്രദേശവാസികളെല്ലാം തന്നെ വിവരമറിഞ്ഞ് അവിടെ തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായി. ആളുകളെ കണ്ട് ആന തിരിച്ച് ഓടിപ്പോവുകയും ചെയ്തു. അതിനുശേഷമാണ് 5 മണിയോടുകൂടി പൈതോത്ത് ഈ കാട്ടാന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. കാട്ടാന പൊതുനിരത്തിലൂടെ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കാട്ടാന ഇറങ്ങി ചിലയിടങ്ങളിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ കാട്ടാനയെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഫോറസ്റ്റ് അധികൃതർ ഉൾപ്പെടെ നാട്ടുകാരും ഉൾപ്പെടെ ഉള്ളത്. നേരത്തെ ഈ വനം വകുപ്പ് അധികൃതർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ തിരിച്ച് ഭയപ്പെടുത്തി ഓടിക്കാൻ നാട്ടുകാർക്കും ഫോറസ്റ്റ് അധികൃതർക്കും സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് പകൽ സമയത്ത് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ കാട്ടാനയെ തിരിച്ച് ഫോറസ്റ്റ് അധികൃതരെല്ലാം തന്നെ ഓടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇത് പെരുവണ്ണാമൂഴി വനമേഖലയിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടാനയാണ് എന്നാണ് സംശയിക്കുന്നത്. നേരത്തെ കൂരാച്ചുണ്ട് മേഖലയിലും കാട്ടാന ഇറങ്ങിയിരുന്നു. അതിൽപ്പെട്ട കാട്ടാനയാണോ ഇത് എന്ന് സംശയിക്കുന്നുണ്ട്. അത്തരത്തിൽ ആണ് നാട്ടുകാർ സംശയിക്കുന്നത്. ഏതായാലും അധികൃതർ നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന വിവരം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ ഈ ആനക്കരികിലേക്ക് നീങ്ങുന്നത് തടയാൻ പ്രദേശത്ത് പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനംവകുപ്പ് അധികൃതർ കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ്. വൈകുന്നേരത്തോടുകൂടി, രാത്രിയാകുന്നതോടുകൂടി കാട്ടാന തിരികെ കാട്ടിലേക്ക് കയറി പോകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ കാട്ടാനയെ തിരിച്ച് വിടാൻ അധികൃതർക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും കാട്ടിലേക്ക് കയറ്റി അയക്കാൻ സാധിച്ചിട്ടില്ല. അത് വൈകുന്നേരത്തോടുകൂടി സാധ്യമാകുമെന്നൊരു പ്രതീക്ഷയിലാണ് വനംവകുപ്പ് അധികൃതരുള്ളത്. അനുപ്രിയ, കോഴിക്കോട് പേരാമ്പ്രയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. പൈതോത്ത് പള്ളിത്താഴിയിൽ തിരുവോണ ദിനത്തിൽ പുലർച്ചെയായിരുന്നു സംഭവം. വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത്.